കുറച്ച് പണിയിലായിരുന്നു കേട്ടോ ഗാർഡനിൽ. അപ്പോൾ ഗാർഡനിൽ കുറേ കാടൊക്കെ കയറിയിട്ടുണ്ട്. ഇപ്പോൾ ഓൾമോസ്റ്റ് കാടൊക്കെ നമ്മളിതാ കളഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഇരിക്കുന്ന പോട്ടുകളിലൊക്കെ നമ്മളിപ്പോൾ ഓൾറെഡി നേരത്തെ പ്ലാന്റ്സ് ഒക്കെ വെച്ച് കൊടുത്തു കേട്ടോ. അപ്പോൾ ആ ഒരു പ്ലാന്റ്സ് ഒക്കെ കുറേ എണ്ണൊക്കെ പോയിട്ടുണ്ട്. അതേപോലെ തന്നെ ചിലതൊക്കെ നമുക്ക് മാറ്റാനുള്ള സമയമായിട്ടാണ് കേട്ടോ. കാരണം കുറേ വർഷങ്ങൾ പഴക്കമുള്ള പ്ലാന്റ്സ് ഒക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് നീക്കിയിട്ട് നമ്മൾ പുതിയ പ്ലാന്റ്സ് ഒക്കെ സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. അതേപോലെ തന്നെ ഞാൻ എപ്പോഴും ഗ്രോ ബാഗിലും അതേപോലെ തന്നെ പോട്ടുകളിലായിട്ടോ നമ്മുടെ കറ്റാർവാഴയൊക്കെ നട്ടു കൊടുക്കാറ്. അപ്പോൾ നല്ല എനിക്ക് നല്ല റിസൾട്ട് ഉണ്ട്. നല്ല അടിപൊളിയായിട്ട് തന്നെ പൊട്ടിക്കെടുത്ത് നമുക്ക് ഒരുപാട് അതിൽ നിന്ന് ചെറിയ ചെറിയ തൈകളൊക്കെ ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ വേണ്ടിയും പറ്റുന്നുണ്ട്. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കൂട്ടുകാരെല്ലാവരും എങ്ങനെയാണ് ഗ്രോ ബാഗിലാണോ കറ്റാർവാഴയൊക്കെ പ്ലാന്റ് ചെയ്യാറ് അതോ നേരിട്ട് മണ്ണിലാണോ നട്ടു കൊടുക്കാറെന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ നോക്കി ഇതൊക്കെ വെറൈറ്റി ആയിട്ടുള്ള പ്ലാന്റ്സ് തന്നെയാണ് നമ്മളിപ്പോൾ നട്ടു കൊടുത്തുള്ളത്. ഇപ്പോൾ എന്തൊക്കെ തരം ഫ്ലവർ ഉണ്ട് എന്ന് പറഞ്ഞാൽ പോലും നമ്മൾ എത്രത്തോളം നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നു അതിനനുസരിച്ചിട്ടാണ് നമ്മുടെ ഗാർഡൻ്റെ ഭംഗി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല റിസൾട്ട് നമുക്ക് അതിന് കിട്ടും. അപ്പോൾ എന്തായാലും കുറച്ച് നേരമായിട്ട് നമ്മുടെ ഈ ഒരു പരിപാടി തുടങ്ങിയപ്പോൾ മഴയൊന്നും ഇത്ര നേരം പെയ്യാത്തതുകൊണ്ട് തന്നെ കുറേയൊക്കെ നമ്മൾ ചെയ്ത് തീർത്തിട്ട്. അപ്പോൾ എന്തായാലും കുഞ്ഞു കുറച്ച് കാട് വരയ്ക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും അതൊക്കെ ഒന്ന് ചെയ്യാനുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയുടെ ഫുൾ വീഡിയോയുടെ ലിങ്ക് താഴെ കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇൻട്രസ്റ്റ് ഉള്ള എല്ലാ കൂട്ടുകാരും മാക്സിമം കണ്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് ഇനി അടുത്ത അടിപൊളി വീഡിയോസ് ഒക്കെ കാണുന്നത്. ബൈ.